അത് മറ്റവരുടെ ബോധമല്ല, ജാതിബോധം മനുസ്മൃതിയാണല്ലോ. മനുസ്മൃതിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ. മനുസ്മൃതി കത്തിച്ച ചുട്ടുകരിച്ച മനുഷ്യൻ ആധുനിക ഇന്ത്യയുടെ ഭരണഘടന എഴുതുക എന്ന് പറയുന്ന വലിയ വിപ്ലവം ഉണ്ടാകുന്നു. ആ ഭരണഘടനയിൽ നമുക്ക് അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവകാശങ്ങൾ വീതം വെക്കാൻ വേണ്ടിയുള്ള കണക്കെടുപ്പ് മാത്രം ഇന്ത്യയിൽ നടത്തിയില്ല. അപ്പൊ പറയും പട്ടികജാതിക്കാരുടെ കണക്ക് പറഞ്ഞു പോന്നല്ലോ എന്ന്. പട്ടികജാതിക്കാരുടെ കണക്ക് പ്രത്യേക ഒരു കൊട്ടയിൽ അത് ഇന്നോളം ഉണ്ട്. ഓരോ 10 വർഷം കഴിയുമ്പോഴും SC/ST പോപ്പുലേഷൻ മാത്രം വെച്ചു. എന്തിന്? ബാക്കി കമ്പോളത്തിൽ മറ്റുള്ളവന്റെ ഇവിടെ കണക്കെടുക്കുമ്പോഴല്ലേ കൊടുക്ക വാങ്ങൽ നടക്കുന്നത്. നമുക്ക് എത്രയുണ്ട്, മറ്റവൻ എത്രയുണ്ടെന്ന് അറിയുമ്പോഴല്ലേ കൂടുതലുള്ളവന്റെ കയ്യിൽ നിന്ന് എടുക്കുകയും കുറവുള്ളവന് കൊടുക്കുകയും ചെയ്യുന്നതാണല്ലോ വിതരണം എന്ന് പറയുന്നത്. അപ്പൊ മറ്റവന്റെ ഒന്നും കണക്ക് എത്ര രൂപ ആരുടെയൊക്കെ കയ്യിൽ, വൈശ്യന്റെ കയ്യിലെ പണം എത്ര? ഇന്ത്യയിലെ ബാങ്കുകൾ മൊത്തം വൈശ്യന്റെ കയ്യിലല്ലേ? ഇപ്പോൾ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ ഇത് ആരുടെ കയ്യിലാണ്? അദാനിയുടെ കയ്യിലല്ലേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ മുഴുവൻ? എത്ര കോടി രൂപയുടെ, എത്ര ബില്യൺ ഡോളറിന്റെ വിലയുള്ള ഈ രാജ്യത്തെ എയർപോർട്ടുകൾ മുഴുവൻ അദാനിയുടെ കയ്യിൽ. ഇന്ത്യയിലെ വൻകിട വ്യവസായങ്ങൾ മൊത്തം അംബാനിമാരുടെ കയ്യിൽ. വിഴിഞ്ഞം എയർപോർട്ട്, ഈ തുറമുഖം അടക്കമുള്ള ഫോർട്ടുകൾ അദാനിയുടെ കയ്യിൽ. അദാനി ഇവിടെ വന്നാൽ ഞങ്ങൾ ഭയങ്കര കുഴപ്പമുണ്ടാക്കും എന്ന് ആദ്യത്തെ പണ്ട് അദാനി വന്നാൽ തുറമുഖത്ത് അടുപ്പിക്കില്ല, ഫോർട്ട് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കി ആൾക്കാർ തിരുവനന്തപുരത്ത് നിന്ന് കെട്ടിപ്പിടിച്ച നടുക്ക് അദാനി, അപ്പുറത്ത് മോഡി, ഇപ്പുറത്ത് മുണ്ടെടുത്ത മോഡി, എല്ലാവരും ചേർന്ന് തുറമുഖവും കേരളവും അങ്ങ് കൊടുത്തു. എല്ലാ കാര്യത്തിലും ഇപ്പൊ അങ്ങനെയാണ്, കാര്യമൊക്കെയാണ്. ഇപ്പോ കാവിക്ക് ചുവപ്പാണ് കളറ്, അതാണ് പണ്ട് അങ്ങനെയാണ്. ഇപ്പൊ കാവിക്ക് ചുവപ്പാണ് കളറ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. സെൻസസ് വെച്ച് അവരുടെ 47 മുതൽ എന്ത് സംഭവിച്ചു? ഞാൻ ഈ ഷോർട്ട് കട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ബാബാസാഹേബ് പറയുന്ന ഉത്തരവുണ്ട്. ആഫ്റ്റർ ദ പാർട്ടീഷൻ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നൊമ്പരമാണല്ലോ, ആർക്കാണെന്നറിയില്ല. രാഷ്ട്രം വെട്ടിമുറിക്കപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനുമായി. ഇന്ത്യൻ ജനസംഖ്യയില് ബ്രാഹ്മണന്റെ ഈ ഹിന്ദു ഭൂരിപക്ഷ ആ കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ വോട്ട് ചെയ്യേണ്ട വലിയൊരു ജനവിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് പുറന്തള്ളി എന്നതാണ് സംഭവിച്ച ഒരു കാര്യം. ഹിന്ദു ഭൂരിപക്ഷം, ഹിന്ദു രാഷ്ട്രം, അതിന് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള ആരാ? മുസ്ലിം ജനസാന്നിധ്യമാണ്. അപ്പൊ ഈ മുസ്ലിം ഭൂരിപക്ഷ ജനസാന്നിധ്യത്തെ വെട്ടിമാറ്റിയാൽ പിന്നെ ഹിന്ദുരാഷ്ട്രമാക്കാൻ എളുപ്പമാണ് എന്ന്. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ വിളിച്ചത് ഇറ്റ് വാസ് ആൻ ആംബ്യൂട്ടേഷൻ, പൊളിറ്റിക്കൽ ആംബ്യൂട്ടേഷൻ. നമുക്ക് ആവശ്യമില്ലാതെ രോഗം പിടിച്ച് കളയാൻ ആഗ്രഹിക്കുന്ന ശരീരഭാഗം ഷുഗർ പിടിക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർമാർ വിധിക്കുന്നത് ആംബ്യൂട്ടേഷൻ ആണല്ലോ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആംബ്യൂട്ടേഷൻ, മുസ്ലിം രാഷ്ട്ര ശരീരത്തെ ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റി ബാക്കി പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യാൻ പണ്ടേ എളുപ്പമാണെന്നുള്ളത് കൊണ്ട് അവരെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളവനെ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇന്ത്യ ഒട്ടുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന UP-യിൽ ഓരോ ദിവസവും അമ്പലത്തിൽ പോയതിന്, വഴി നടന്നതിന്, ചെരുപ്പിട്ടതിന്, ബൈക്ക് ഓടിച്ചതിന് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വംശഹത്യകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യകൾ നേരിടുന്നത് ഒന്നാമത് ദളിതരും, രണ്ടാമത് മുസ്ലിങ്ങളും, ഇപ്പോ ഉത്തരേന്ത്യ ക്രിസ്ത്യാനികളും, ഇപ്പോ കാശൊക്കെ ഉണ്ടാക്കി ഈ പറയുന്ന RSSന്റെ കൂട്ടി നിൽക്കുന്ന ഈ സുറിയാനികളൊക്കെ കുറെ കഴിയുമ്പോൾ കൊള്ളും. അന്നേ മനസ്സിലാവുള്ളൂ എന്താണ് ഇവർ പറയുന്ന സംഗതി എന്ന്. എന്തായാലും ബാബാസാഹേബ് പറയുകയാണ്, ആഫ്റ്റർ ദ പാർട്ടീഷൻ മുസ്ലിംസ് ഗോട്ട് എ നേഷൻ. മുസ്ലിങ്ങൾക്ക് എന്തായാലും മുറിവേറ്റ് പോയെങ്കിലും അവർക്കൊരു രാഷ്ട്രം കിട്ടിയല്ലോ, അതിന്റെ പേരാണ് പാകിസ്ഥാൻ. ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രം കിട്ടി, അതിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. അതെ, ഇത് ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ ആരുടെയാ? നമ്മളില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു രാഷ്ട്രം കിട്ടി പാകിസ്ഥാൻ. വിഭജനാനന്തരം ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രം കിട്ടി, അത് ഹിന്ദുസ്ഥാൻ. മൈസെൽഫ് ആൻഡ് മൈ പീപ്പിൾ ഗോട്ട് നത്തിങ്. എനിക്കും എൻ്റെ ജനങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. വി ഗോട്ട് ഒൺലി റിസർവേഷൻ. അവന് രാഷ്ട്രം കിട്ടിയതുപോലെയാണ് ഞങ്ങൾക്ക് ഈ സംവരണം കിട്ടിയത്. അതുകൊണ്ട് സംവരണം തന്നെയാണ് നമ്മുടെ രാഷ്ട്രമെന്ന് ഞാൻ പറയും. ബാബാസാഹേബിന്റെ പാതയിൽ ചരിത്രത്തെ പഠിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ പോലെ, ഹിന്ദുക്കൾക്ക് ഇന്ത്യ പോലെ, ദളിതന് സംവരണം എന്ന് പറയുന്നത് അവന്റെ അവകാശമാണ്, ഭരണഘടനാപരമായ രാഷ്ട്ര സമാനമാണ്. രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, രാഷ്ട്രത്തിന്റെ അതിർത്തികൾ മാന്തിയെടുത്താൽ അവിടെ പിന്നെ സംഭവിക്കുന്നത് കാർഗിലുകളാണ്. അവിടെ പിന്നെ സംഭവിക്കുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ്. സംവരണത്തെ ദളിതന്റെ അവകാശമാണ്, ദളിതന്റെ അധികാരമാണ്. ദളിതൻ ഈ രാജ്യത്ത് അർഹതപ്പെട്ട ജന്മാവകാശമാണ്. അവൻ ഈ രാജ്യത്ത് പാർലമെന്റിൽ,
അവന് നിയമസഭയിൽ, ഈ രാജ്യത്തെ സമ്പത്തിൽ, ഈ രാജ്യത്തെ ഭൂമിയിൽ, മറ്റെല്ലാ മണ്ഡലങ്ങളിലും അവന് കിട്ടേണ്ട അവകാശ നിർണയത്തിന്റെ പ്രശ്നമാണ് സംവരണം എന്ന് പറയുന്നത്. കേവലം ജോലിയുടെ പ്രശ്നമല്ല, ഉദ്യോഗത്തിന്റെ പ്രശ്നമല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നിർമ്മിച്ച കരാറാ പൂന കരാർ. ആ രാഷ്ട്രം ഉണ്ടാക്കിയത് സംവരണം എന്ന വ്യവസ്ഥയിലാണ്. സംവരണം എന്ന തത്വമാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. അത് തകർന്നാൽ രാഷ്ട്രം തകരും, ഒരു തർക്കവുമില്ല.